നമ്മൾ ജാനേമൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴത്തേക്ക് ആ സിനിമയിൽ നമുക്ക് അറിയാവുന്നത് ഒരാൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നു. അപ്പം ബേസിൻ്റെ ക്യാരക്ടർ ചിദംബരത്തിൻ്റെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. തൊട്ടടുത്ത് ഒരു മരണം നടക്കുന്നു. ഈ മരണം നടന്ന് ആ സിനിമ അവസാനിക്കുന്ന ഒരു മൊമെൻറ്റ് വരെയും അതിലൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് വീടുകൾ തമ്മിലുള്ളതാണ്. പക്ഷേ ആ സിനിമ ലാൻഡ് ചെയ്യുന്നത് ഒരു വേറൊരു ഏരിയയിലാണ്. അതുവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ഏരിയയിലേക്കാണ് ആ സിനിമ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജാനേമനിൽ അങ്ങനെ ഒരു എലമെൻറ്റ്, ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തിൽ ആ ഒരു എലമെൻറ്റേ ഇല്ല. പക്ഷെ നിങ്ങൾ കഥ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ ആ ഒരു എലമെൻറ്റ് വന്നു തരുന്നത്. വേറെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതോ ഇങ്ങനെ ഒരു ഏരിയയിലാണ് അത് എൻഡ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് എന്തായിരുന്നു? ഈ ജാനേമനിൽ മോർ ദാൻ രണ്ട് വീടുകൾ തമ്മിലുള്ള പ്രശ്നം, അതിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ച ഡുവാലിറ്റിയാണ്. ജനനം മരണം എന്നുള്ള ആത്യന്തികമായ ജീവിതത്തിലെ രണ്ട് സത്യങ്ങളുടെ അതിൽ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് അങ്ങനെ നമ്മൾ ആലോചിച്ചെടുത്ത് തിരക്കാം. പിന്നെ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ, നമ്മൾ പടം തുടങ്ങിയല്ലോ. അവസാനം അപ്പം നമ്മൾ ആദ്യമേ ചോദിച്ചത് ഈ അവസാനിപ്പിക്കണമെന്ന് നമുക്ക് തോന്നുന്നു, നമുക്ക് ഒരു മൊമെന്റ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇപ്പൊ രണ്ട് വീടുകളും രണ്ട് ക്ലാസ് ആണ്. അപ്പോൾ രണ്ട് അവരുടെ എന്താ പറയാ ജാതി മതം എല്ലാം അവരുടെ സൊസൈറ്റിയിൽ അവരുടെ ക്ലാസ് ആയിട്ടും രണ്ട് വിധം. അപ്പോൾ ഇതിലൊന്നുമല്ല ഇതിന്റെ ആത്യന്തികമായിട്ട് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ലവ് എന്നുള്ളൊരു സാധനമാണ്. ലൈക്ക് ആദ്യമായി ഒരു ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അപ്പം അവർ വരുത്തന്മാരാണ്, അവർ വേറെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ അവരെ വീട്ടിക്കയറ്റാൻ കൊള്ളൂല അങ്ങനെ. അത് പക്ഷേ അവർ തമ്മിലുള്ള ബോണ്ട് അവർ തന്നെ അറിയാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പണ്ടേ ഉള്ളതാണ്. അപ്പം ആൾക്കാരെ പെരിഫറലായിട്ട് ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ് ജാനേമനിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. അതുകൊണ്ടാണ് പടം എങ്ങനെ എൻഡ് ചെയ്യുന്നതും. അപ്പം അതാണ് അത്രയും. അല്ലാതെ ആ ഐഡിയ ലൈക്ക് ഒരു ചിത്തുവിൻ്റെ മൈൻഡിലേക്ക് അന്ന് വന്നു ചേർന്നതാണ് അല്ലേ? നമ്മൾ സംസാരിച്ചുണ്ടാക്കും. കാരണം ആദ്യമേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ ജനനം ആഘോഷിക്കുന്നു, അപ്പുറത്തെ വീട്ടിൽ മരണം ആഘോഷിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഫൈനലിലുള്ള പ്രണയത്തിന്റെ ഫാക്ടറിനെ. അതെ. അപ്പം എന്താ പറയുക, ആ പറഞ്ഞ നമ്മൾ അത് ഈ ഫാക്ടർ മാത്രമാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്ത് ഈ വീട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ സൈഡിൽ ഇത്ര സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഈ സൈഡിൽ ഇത്ര സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് ഈ എല്ലാ ക്യാരക്ടേഴ്സും ക്യാരക്ടേഴ്സും ഇൻട്രാക്ട് ചെയ്യണം. അപ്പം ഞാൻ ഈ ക്യാരക്ടറോട് ഇൻട്രാക്ട് ചെയ്ത് എന്ത് സംഭവിക്കാം, അപ്പോൾ അതൊരു സീനാവും. അങ്ങനെയാണ് ജാനേമൻ എഴുതിയത്. അപ്പോൾ എല്ലാ കോമ്പിനേഷനും എഴുതി അവസാനം അപ്പൂപ്പനും അമ്മൂമ്മയും ബാക്കി. ലെറ്റ്സ് മേക്ക് ദം ഫോൾ ഇൻ ലവ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് ബേസിക്കലി എവരി വൺ ഷുഡ് ഇൻട്രാക്ട് വിത്ത് എവരി വൺ. അപ്പം ഓരോ പ്രാവശ്യം ഓരോരുത്തർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സീൻ ഓരോ ടൈപ്പ് സീൻ ഉണ്ടാവും. അതായിരുന്നു ജാനേമൻ്റെ റൈറ്റിംഗ് പ്രോസസ്സിൽ ചെയ്തൊരു കാര്യം. ഞാനതിപ്പം അതിൽ നിന്ന് ഞാൻ സുരഭിയിലേക്ക് വരികയാണ്. അപ്പം സുരഭി എപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് എത്രത്തോളം അതാ ഞാൻ ഞാൻ സുരഭി എടുത്ത് ചോദിക്കുകയാണ്. ട്രെയിൻഡ് ആർട്ടിസ്റ്റ്, ഇപ്പം സിധുവിനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരാളെ ഒരു കഥാപാത്രമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വന്നുകൂടാന്നുള്ളത്. പക്ഷേ സുരഭിക്ക് അതിനകത്തൊരു വേറൊരു സേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു കരിയർ എന്നുള്ള കാര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് വലിയ ആവശ്യമുള്ളൊരു ഘടകമല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച കടന്നു പോകാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. ഒരുപാട് വെള്ളിയാഴ്ചകൾ താണ്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. പല സെറ്റിൽ ചെല്ലുന്ന സമയത്തും അവിടെ പല ഡയറക്ടേഴ്സിനും ആക്ടേഴ്സിന് വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമുക്കൊരു കഥാപാത്രം കിട്ടുമ്പം നമുക്ക് അതിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളെ സ്വയം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിനിങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാലം നിൽക്കണം, ഏത് ജോലിയിലാണെങ്കിലും ശരി ഒരുപാട് കാലം നമ്മളത് നിൽക്കണം എന്ന് ആഗ്രഹിച്ചാണ് ആ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെ ഡയറക്ടേഴ്സ് അത് അവരുടെ ചോയ്സാണ്. ഓക്കെ, ഇദ്ദേഹം മതി, എനിക്ക് എൻ്റെ ആക്ടറായിട്ട് ഈ രാമകൃഷ്ണൻ എന്നുള്ള ക്യാരക്ടറിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് മതി എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ഉപയോഗിക്കാം, ഒഴിവാകും. പിന്നീട് ഈ നടന്മാർ അടുത്ത സിനിമകളിൽ വരുന്ന സമയത്ത് അയ്യോ ഇത് തന്നെയാണല്ലോ ആ സിനിമയിലും, അത് തന്നെയാണല്ലോ ഈ സിനിമയിലും. അപ്പോൾ അവർക്ക് അതിന് എങ്ങനെയാണ് ആ ഒരു എന്താ പറയുക ടൈപ്പ് കാസ്റ്റിങ്ങിൽ നിന്നും അതല്ലെങ്കിൽ വേറൊരു പുതുതായിട്ട് ചെയ്യാതെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് മടുക്കും. പിന്നെ നമ്മളും അങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരാണ്.